തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലുണ്ടായ സ്ഫോടനത്തിന്റെ തീവ്രതയുടെ നേർസാക്ഷ്യമാണ് വീടിന്റെ ജനലുകൾ തകരുന്ന ദൃശ്യങ്ങൾ. ഷൈജു എന്നയാളുടെ വീടിന്റെ ജനലുകളാണ് സ്ഫോടനാഘാതത്തിൽ തകർന്നു തെറിച്ചത്. അപകടത്തിൽ 13 പേരാണ് മരിച്ചത്. സംഭവ സമയം 32 പേർ സ്ഥലത്തുണ്ടായിരുന്നതായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ സ്ഥിരീകരിച്ചു. എന്നാൽ കൂടുതൽ പേർ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ ജുഡീഷ്യൽ അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അനധികൃതമായതൊന്നും പടക്ക നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട തൊഴിലാളി പറയുന്നത്. ദുരന്തത്തിൽ മരണപ്പെട്ട 9 പേരെ തിരിച്ചറിഞ്ഞു. 13 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 10 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 2 പേർ വെന്റിലേറ്ററിലും. തിരിച്ചറിയാനാകാത്ത ശരീരഭാഗങ്ങൾ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. DNA പരിശോധന നടത്തി തിരിച്ചറിയുന്നതിനുള്ള നടപടികൾ തുടങ്ങി. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പൂരം ചടങ്ങുകൾ മാത്രമായി നടത്താനാണ് സാധ്യത. മലയാളം ടെലിവിഷൻ, തൃശൂർ. In the heart of Malappuram, with traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perinthalmanna and Kottakkal.